ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാണോ അല്ലയോ എന്ന് നാം തിരിച്ചറിയണം. ഈശോയുടെ പ്രാർത്ഥനാ രീതി വളരെ മനോഹരമായിരുന്നു. ഇന്നത്തെ വചനത്തിലൂടെ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഈശോയുടെ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങൾ. ഒന്ന്, ഈശോയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥലമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുവാൻ, പ്രത്യേക സമയമുണ്ടായിരുന്നു, അത് പതിവായി ഈശോ നടത്തി. കൂടാതെ ഈശോ പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നതായി വചനം പറയുന്നു. അവരോടൊപ്പം ചേർന്നുള്ളൊരു സമൂഹ പ്രാർത്ഥന അല്ല ഈശോ നടത്തിയത്, മറിച്ച് അവരിൽ നിന്നൊരു കല്ലേറ് ദൂരം മാറി നിന്ന് വ്യക്തിപരമായി പിതാവ് ദൈവത്തോട് അവിടുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയാണ് പിതാവും ഈശോയും ഒന്നാക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയും ഫലപ്രദമാകണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്കും വേണം. നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരിക്കണം, ഒരു സമയമുണ്ടായിരിക്കണം, അത് പതിവായി നടത്തുകയും വേണം. നമ്മുടെ ബഹളങ്ങളിൽ നിന്ന്, സൗഹൃദങ്ങളിൽ നിന്ന്, TV മൊബൈൽ ഉപയോഗങ്ങളിൽ നിന്ന്, നമ്മുടെ ജോലി ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഈശോയോടുള്ള, പിതാവ് ദൈവത്തോടുള്ള സൗഹൃദത്തിൽ വളർന്നു വരിക. അത് നമ്മളെ വിശുദ്ധീകരിക്കും, നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്തും. ബലിയർപ്പണവും സമൂഹ പ്രാർത്ഥനയും യാമപ്രാർത്ഥനയും കുരിശുവരെയും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ എന്നും ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ നീ സമയം കണ്ടെത്തണം. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.